വിമത ശല്യത്തെക്കുറിച്ചാണ് നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. വേസ്കനെ ആദ്യം പറയാനുള്ളത് ഇപ്പോൾ ടി പി ചന്ദ്രശേഖരനുമായി ജി സുധാകരനെ താരതമ്യപ്പെടുത്താൻ പറ്റുമെന്ന് ചോദിച്ചാൽ അങ്ങനെ പറ്റില്ല എന്നാണ് എൻ്റെ ബോധ്യം. കാരണം ടി പി അവിടെ നിന്ന് പാർട്ടി വിട്ടപ്പോൾ മുറിച്ച കമ്മ്യൂണിസ്റ്റ് ബോധത്തിൽ നിന്ന് വിട്ടു നിന്നിട്ടില്ല. കോൺഗ്രസുമായാലും ബി ജെ പി ആയിട്ടാണെങ്കിലും ഒരേപോലെ തകലം ടി പി പുലർത്തിയിരുന്നതെന്ന് നമുക്ക് മനസ്സിലാക്കാം. പക്ഷേ ജി സുധാകരന്റെ കാര്യത്തിൽ പാർട്ടി വിട്ട ഉടൻ തന്നെ കോൺഗ്രസിന്റെ പിന്തുണയോടെ സ്ഥാനാർത്ഥിയാകാൻ പോകുന്നു. ഒന്നാമത്തെ കാര്യം. രണ്ടാമത്, ജി സുധാകരൻ എന്തിന് പാർട്ടി വിട്ടു എന്ന ചോദ്യത്തിന് കൃത്യമായ ഉത്തരമില്ല. അതായത് ആദർശധാരയിൽ നിന്ന് വിർജനമാണോ അതോ മുഖ്യമന്ത്രിയുമായിട്ടുള്ള പ്രശ്നമാണോ? വളരെ സിമ്പിളായി പറഞ്ഞാൽ തനിക്ക് സീറ്റ് കിട്ടാത്തതാണോ ജി സുധാകരന്റെ പ്രശ്നം എന്ന കാര്യത്തിൽ ജി സുധാകരൻ ഒരു വ്യക്തത വരുത്താനായിട്ടില്ല. കാരണം തുടക്കത്തിൽ ഈ പറഞ്ഞതുപോലെ കോൺഗ്രസ് അവഗണിക്കുന്നു എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അവഗണന ഏത് പാർലമെന്ററി അവഗണനയാണോ മറ്റെന്താണോ? പാർലമെന്ററി അവഗണന അല്ലെങ്കിൽ സംഘടനാ തലത്തിൽ അവഗണന കൊണ്ട് ഒരാൾക്ക് പാർട്ടി വിട്ട് മറ്റൊരു മുന്നിലേക്ക് ചേക്കറി അവിടെ മത്സരിക്കാനാകുമെന്ന ചോദ്യം കൃത്യമായി മുന്നിൽ നിൽക്കുന്നുണ്ട്. അത് കമ്മ്യൂണിസ്റ്റ് ബോധ്യത്തിൽ ശരിയാണെന്ന ചോദ്യം. രണ്ട്, പിന്നെ ഈ പറയുന്ന വിമതർ 10 വർഷം ഭരിച്ച പാർട്ടിയാണ്. സ്വാഭാവികമായ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകും. എല്ലാവരുടെയും പ്രശ്നങ്ങൾ ഒരുപോലെ അഡ്രസ്സ് ചെയ്യപ്പെടണമെന്നില്ല. ചിലപ്പോൾ അഡ്രസ്സ് ചെയ്യപ്പെടേണ്ട വിഷയമാണോ എന്ന കാര്യം പോലും അവിടെ നമ്മൾ പഠിക്കേണ്ടതുണ്ട്. ആ വിഷയം അവിടെ അഡ്രസ്സ് ചെയ്യണോ, അവർക്ക് അതിന് പരിഹാരം കണ്ടെത്തണോ എന്ന ചോദ്യം അവിടെ ബാക്കിയാണ്. പക്ഷേ വിമതർ ഉണ്ടാകുന്നത് സ്വാഭാവികമാണ്. ഈ വിമതർ തിരിച്ചടിയാകുമെന്ന് ചോദിച്ചാൽ എൻ്റെ ഒരു ബോധ്യത്തിൽ ഞാൻ മനസ്സിലാക്കുന്നത് അത് തിരിച്ചടിയാകില്ല എന്നുള്ളതാണ്. ഇപ്പോൾ ഏറ്റവും എടുത്തു പറയേണ്ട ഒരു കാര്യം, ഞാൻ വളരെ കുറച്ച് കാര്യങ്ങൾ പറയും. നമ്മുടെ വിമതരുടെ വിഷയത്തിലേക്ക് കടന്നിട്ടില്ല. ഇപ്പൊ ജി സുധാകരനെ സംബന്ധിച്ച് മുഖ്യമന്ത്രി പറഞ്ഞ കാര്യത്തിലാണ് നമ്മുടെ അവിടെയാണെങ്കിൽ ഞാൻ പറഞ്ഞതുപോലെ തന്നെ അവിടെ ഫൈറ്റ്, അതായത് പറഞ്ഞ പോലെ വിമതരുള്ള മണ്ഡലങ്ങൾ എടുത്ത് പരിശോധിക്കുകയാണെങ്കിൽ അമ്പലപ്പുഴയിൽ ഒരു പ്രത്യേകതരം ഫോക്കസ് അല്ലെങ്കിൽ പ്രത്യേകതരം ശ്രദ്ധ ഈ പറഞ്ഞ CPM കേന്ദ്രീകരിക്കണമെന്നാണ് എൻ്റെ ചോദ്യം. കാരണം അമ്പലപ്പുഴ അവിടെ ഒരു ഈ ഇമേജ് പ്രശ്നമായി CPM കണക്കാക്കുന്നു എന്നൊരു സംശയമുണ്ട്. കാരണം ജി സുധാകരൻ മുഖ്യമന്ത്രിക്കെതിരെ നികശികാന്തം എപ്പോഴും വിമർശനം ഉയർത്തുന്നു. ഈ ജി സുധാകരനെ മോദിയുമായി താരതമ്യപ്പെടുത്തുന്നു. അപ്പോൾ അവിടെ ഒരു ഐഡിയോളജിക്കൽ കോൺഫ്ലിക്റ്റിന് അപ്പുറത്തേക്ക് ഒരു പേഴ്സണൽ വെങ്കൻസിലേക്ക് ഒരു വ്യക്തി വൈരനിരാതര ബുദ്ധിയോടുള്ള ഒരു മത്സരത്തിലേക്ക് അമ്പലപ്പുഴ കടക്കുന്നുണ്ടോ എന്നൊരു സംശയമുണ്ട്. അതിന്റെ പശ്ചാത്തലമായിരിക്കും MV ഗോവിന്ദനാണെങ്കിലും പിണറായി വിജയനാണെങ്കിലും ഈ പറഞ്ഞ ജി സുധാകരനെ ഫോക്കസ് ചെയ്തുകൊണ്ട് വിമർശനം ഉയർത്തുന്നത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.